ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും മിന്നും അമ്മായിയും കൂടി കുഞ്ഞിനും ഉണ്ടിട്ട് കൂടെ ബീച്ചിലേക്ക് പോയൊരു വീഡിയോ ആണ്. ഈ വീഡിയോനെ പറ്റി പറയാനാണെങ്കിൽ ഇത് 2024 എൻ്റെ ഫസ്റ്റത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. പക്ഷേ ഞാൻ ഇന്ന് വരെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് എനിക്കതിനുള്ള നേരം കിട്ടിയത്. അപ്പോൾ ഞാൻ ഇരുന്ന് എഡിറ്റും ചെയ്യുകയാണ്. ഞാൻ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിനി, അതൊക്കെ ഞാൻ പിന്നെ ഒഴിവാക്കി. പിന്നെ ഞങ്ങൾ ബീച്ചിലെത്തി കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ഇരുന്നപ്പോൾ തന്നെ കുഞ്ഞനൂൻ അവിടെ ഇരുന്നിട്ട് വീർപ്പ് മുട്ടായിരുന്നു. അവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അനുമോൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിന്നുനും പിടിച്ചലിച്ചുകൊണ്ട് പോകുന്ന രംഗാട്ടോ ഈ കാണുന്നത്. അങ്ങനെ മിന്നു ഫുള്ള് സെറ്റാക്കി വെള്ളത്തിലേക്ക് കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനും അമ്മയും അമ്മായും കൂടി ഇവിടെ ഇരുന്ന് ബീച്ചിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അമ്മക്ക് ബീച്ചിലേക്ക് വരുന്നത്. അമ്മൻ്റെ പണി കാരണം അമ്മ ഇങ്ങോട്ടും കഴിയാറില്ല അമ്മയ്ക്ക്. അങ്ങനെ അമ്മായി വന്നപ്പോൾ ബീച്ച് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്നെടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് ഇറങ്ങിയതാട്ടോ ഞങ്ങൾ. അങ്ങനെ ഓരിവിടെ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി. അതിൻ്റെ ഇടയിൽ ബീച്ചിൽ ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഏതൊരു സ്കൂൾ കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. എന്താ അറിയില്ല, ന്യൂ ഇയറിൻ്റെ ആ ടൈം ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാരുണ്ട് ബീച്ചിൽ. ഞാനങ്ങനെ പകലങ്ങനെ അധികം ബീച്ചിലേക്ക് വരാറില്ല. രാത്രി ഞാനും ഏട്ടനാണ് ബീച്ചിലേക്ക് അധികം വരാറ്. അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ മാമൻ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ മാമനും അമ്മായും ഞങ്ങളൊക്കെ കുറച്ച് നേരം സംസാരിച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മാമനെ വിളിച്ചില്ല എന്നുള്ള നല്ല പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അത് പറഞ്ഞൊക്കെ തീർന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ പോയി നടന്ന് അങ്ങനെ കുറേ നേരം ഇരുന്ന് ഇടയിൽ പിന്നെ അമ്മായിയും ബീച്ചിലേക്ക് കളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഓര് പോയ തക്കത്തിൽ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചുറ്റുമുള്ളത് നിരീക്ഷിച്ച്. ഒരുപാട് ആൾക്കാർ ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഒരിടത്തേക്ക് നടന്ന് അങ്ങനെ ഇവിടെ നല്ല കളിയുണ്ട്. പിന്നെ അമ്മയുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അമ്മ ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അമ്മ ഇറങ്ങാൻ വേണ്ടിയിട്ട് കൂട്ടി നിൽക്കുകയാണ്. ഗായ്സ് ഒന്നും തോന്നല്ലേ, വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നല്ല ഉറക്ക് വരുന്നുണ്ട്. അതിനോട് ആവി ഇടുന്നുണ്ട്. ഇത്രത്തോനെ ആൾക്കാരുണ്ടാവുമെന്ന് ഞങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും ഓർക്കൊരു കുഞ്ഞ് ഗ്യാപ്പ് കിട്ടി. ഒരു ഭയങ്കര കളിയിലാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. മിന്നൂൻ്റെയും കുഞ്ഞിനൂൻ്റെയും വക ചാടിയും കടന്നും വെള്ളത്തിൽ കിടന്ന് കുളിക്കുകയും മിന്നു അനു ചെയ്തിരുന്നു. ഇവർ രണ്ടാളും കൂടിയാൽ തന്നെ ഒരു വേറെ ലെവലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിന്നു അനുവിൻ്റെ അതേ ലെവലിലേക്ക് താഴ്ന്നു വരും. മിന്നുവിന് 20 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ മക്കളെ പോലെ ഇരുന്ന് കളിക്കും. ഞാൻ പിന്നെ വെള്ളത്തിലേക്കൊന്നും അധികം ഇറങ്ങാറില്ല. എപ്പോഴെങ്കിലും ഒരു മൂടുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുള്ളൂ. അമ്മായി പിന്നെ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വിടുന്ന ആളൊന്നുമല്ല. അമ്മായിയും കളിക്കാൻ തുടങ്ങും. ഇത് ഓരോ ഫോട്ടോഷൂട്ടിൻ്റെ ഉള്ളതാട്ടോ. എന്നുവെച്ചാൽ വെള്ളത്തിൽ നിന്ന് കളരീൻ്റെ അഭ്യാസം പറഞ്ഞ് തുടങ്ങിയതാണ്. അതിനൊക്കെ വെള്ളത്തിൽ കുളിച്ച് നമ്മൾ കുറേ നേരം ഇറങ്ങണ്ട വിചാരിച്ച് ലാസ്റ്റ് അമ്മയൊന്ന് കാല് നനച്ച് പിന്നെ അമ്മയും പോയി വെള്ളത്തിൽ കളിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കാലം മുന്നെടുത്ത വീഡിയോ ആണ്. അപ്പം നടന്നതൊന്നും എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഓർമ്മയില്ല. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ടോ. അമ്മായി മിന്നൊക്കെ നിർബന്ധിച്ചപ്പോൾ പിന്നെ വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചൊക്കെ ഇങ്ങനെ മങ്ങി വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടുത്തെ നീണ്ട കളിക്ക് ശേഷം ഞങ്ങൾ പിന്നെ നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അമ്മായിയൊക്കെ നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മായിക്കൊന്ന് വെള്ളത്തിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള തീരെ ബോധമില്ലായിരുന്നു. അമ്മാതിരി കളിയാണ് ഒരു 4 ആളും കൂടി അവിടെ കളിച്ചത്. പിന്നെ രാത്രി ആയപ്പോഴത്തേനും ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടുത്തെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് 2024 ലൈറ്റും പിന്നെ ഒരുപാട് അടിപൊളി യോയോ വൈബ് ആയിരുന്നു അന്ന്. പിന്നാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയത്. നേരെ നടന്ന് ചായ കുടിക്കണം എന്ന് പറഞ്ഞു ഒരു ചായക്കടയിലേക്കാട്ടോ ചെന്നത്. അതിൻ്റെ തൊട്ട് മുന്നാലെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കമ്മൽ കണ്ട്. മിന്നു വെള്ളത്തിൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഓളെ കമ്മലൊക്കെ പോയി. അമ്മായി ഓൾക്കൊരു കമ്മലൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഉള്ള കമ്മൽ നമുക്ക് ഇവിടെ ഇടാൻ നേരമില്ല. അങ്ങനെ
ബീച്ചിൽ ഏത് നേരം ഈ കമ്മലൊക്കെ ഉണ്ടാവും കേട്ടോ. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും. പിന്നെ രാത്രി പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഓണാക്കി വെക്കുമ്പോൾ നല്ല രസമാണ് കൂടി നടക്കാനും. പിന്നെ അധികം ബഹളം ഉണ്ടാവില്ല, ഒച്ച വല്ലാണ്ട് ഉണ്ടാവില്ല, ഒരു ശാന്തത ഉണ്ടാവും. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്, പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമല്ലേ ഇവിടെ കാണാൻ. ഇപ്പോൾ ഈ വലിയ ലൈറ്റൊന്നുമില്ല, സാധാ ലൈറ്റുള്ളൂ ഇപ്പോഴത്തെ. അന്നത്തെ ലൈറ്റിൻ്റെ ഇത് അന്നത്തെ വീഡിയോ ആണ്. എല്ലാവരും ക്ഷമിക്കണം എന്നോട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിയതിൽ തന്നെ. പിന്നെ ഞങ്ങൾ നേരെ നടന്ന് ചായ കുടിക്കാനാട്ടോ ചെന്നത്. പിന്നെ ഞാനും ചായ വാങ്ങി, അമ്മായിയും ചായ വാങ്ങി, അനുമോളും ചായ വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മുളക് ബജിയും പിന്നെന്താ കാടമുട്ടയും കോളിഫ്ലവറൊക്കെ വാങ്ങി കഴിച്ചു. എപ്പോഴെങ്കിലും വരുന്നതല്ലേ, അങ്ങനെ കഴിച്ച് ഇവരെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മിന്നുവിനോടായിരുന്നു കുറച്ച് എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ മുന്നിലേക്ക് നടക്കാട്ടത്. ഞാൻ മിന്നുവിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടത് ഞാനിങ്ങനെ ഒന്നും ഇടയില്ല. അപ്പോൾ മിന്നു ചെതൊന്ന് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. അതിൻ്റെ ഇടയിൽ കുറേ വടായിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് നടന്ന്, പിന്നെ ഞാനും അമ്മായും കൂടി കുറേ നേരം വർത്തമാനം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. ഇനി ഒരുപാട് പരിദൂഷണങ്ങളും കുറ്റങ്ങളും കുറവുകളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പങ്കുവെച്ചതിന് ശേഷം പിന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ ഉപ്പിലിട്ട് വാങ്ങാനൊക്കെ കയറിയിട്ടുണ്ട്. ഉപ്പിലിട്ട് നമ്മളെ വീക്കെൻഡ്സ് അല്ല, ബീച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര മോശമല്ലേ. അതിൻ്റെ ഇടയിൽ ഐശ്വര്യത്തി വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ അമ്മായി 2 ദിവസം പിന്നെ വീട്ടിൽ നിന്ന് പോയി. അമ്മായി വന്നതിനോണ്ടാട്ടോ ഞങ്ങൾ എല്ലാവരും തന്നെ ബീച്ചിലേക്ക് വന്നത്. അല്ലെങ്കിൽ അമ്മായി ഇല്ലെങ്കിൽ അമ്മ ഒന്നും വരലുണ്ടാവില്ല. ഇനി അമ്മതി വീഡിയോ എന്ന് പറഞ്ഞ് ഞാൻ ചായ കുടിക്കുന്നതാട്ടോ. നല്ല ചൂട് ചായ. എനിക്ക് എന്തായാലും ചൂട് ചായ വേണം. തണുപ്പ് കുടിക്കാൻ എനിക്ക് ഭയങ്കര തൃപ്തിയുള്ള കാര്യമല്ല. അങ്ങനെ ഞങ്ങൾ രാത്രി ആട്ടോ ബീച്ചിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. ഇവരൊന്നും ഡ്രസ്സ് ഉണങ്ങിയിട്ടേ അല്ലേ. ഇനി എല്ലാവരും പിന്നെ ആ പൂയിൽ കളിച്ച് എന്താ പറയുക, ചെരുപ്പുമ്മലും ഡ്രസ്സുമ്മലും ഒക്കെ പോവുകയാണ്. ഇപ്പോൾ ഉണങ്ങും എന്ന് പറഞ്ഞ് നിൽക്കേനി, പക്ഷെ ഉണങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് നേരെ ഞങ്ങൾ എന്താ പറയുക റോഡിലേക്ക് കയറിയിട്ടോ. റോഡാണെങ്കിലും അടിപൊളിയേനി, നല്ല ലേറ്റിട്ട് യോയോ വൈബേനി. പിന്നെ ഒരുപാട് ലേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് പിക്കൊക്കെ എടുത്ത് ഇത് പിന്നെ ഐശ്വര്യത്തി വാങ്ങി. പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടേനി കേട്ടോ. ഇങ്ങനെ തിരെണ്ണ പോലെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് കുറച്ച് പിക്കെടുത്ത്. അനുമോൾക്കും ഭയങ്കര സന്തോഷമായി. എപ്പോഴെങ്കിലൊക്കെ അല്ലേ വരുന്നത്. ഈ 2024 എഴുതിയതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ചൊന്നുമല്ല നേരം കാത്തുന്നത്. അവിടെ വൻ തിരക്കായിരുന്നു. ഒരുപാട് നേരം അവിടെ കാത്തുനിന്ന് അതിനോട് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പോരുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ അമ്മയും വീണ്ടും അനുമോൾ കാല് കൊയങ്ങുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം ഇരുന്നതിൻ്റെ ശേഷം പിന്നെ ഞാനും അമ്മായി നടക്കുകയാണ് ചെയ്തത്. അത് ഏകദേശം 8:30 ആയി കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച ഒരു വണ്ടി വിളിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇത്ര ഉള്ളൂ. പിന്നെ ഇവിടെ വെച്ചിട്ടാട്ടോ ഞങ്ങൾ പിക്കെടുത്തത്. അടിപൊളി. ഇനി ഇതൊന്നും ഇപ്പം ഇല്ല ബീച്ചിൽ. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.